ഓക്കെ, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ കൊളീഷൻ്റെ കേസാണ് പറഞ്ഞത് അല്ലേ, ഇലാസ്റ്റിക് കൊളീഷൻ ഇൻ വൺ ഡയമെൻഷൻ. ഒരു മാസ് m1 m2 ട്രാവൽ ചെയ്യുന്ന വെലോസിറ്റീസ് u1 u2, ഈ രണ്ട് ബോഡീസ് തമ്മിൽ കൊളൈഡ് ചെയ്തു അല്ലേ. കൊളീഷന് ശേഷവും, കൊളീഷൻ എന്താണ്, ഇലാസ്റ്റിക് ആണെന്ന് അസ്യൂം ചെയ്യുക. കൊളീഷന് ശേഷവും അവരെങ്ങനെ മൂവ് ചെയ്യുന്നു, സ്ട്രെയിറ്റ് ലൈനിൽ തന്നെ മൂവ് ചെയ്യുന്നു, വെലോസിറ്റി v1 ആൻഡ് v2. ആഫ്റ്റർ കൊളീഷൻ ഓൾസോ ദേ ആർ മൂവിങ് ഇൻ സ്ട്രെയിറ്റ് ലൈൻ. ഓക്കെ, സോ ഇലാസ്റ്റിക് കൊളീഷൻ നമ്മൾ ലാസ്റ്റ് ചെയ്തത് ഈ വെലോസിറ്റിയും കാണേണ്ട ഇക്വേഷൻ നമ്മൾ ചെയ്തത്. അതിൽ v1 കാണേണ്ട ഇക്വേഷൻ ഇങ്ങനെയായിരുന്നു. v1 ഈക്വൽ ടു u1 ഇൻറ്റു m1 മൈനസ് m2 പ്ലസ് 2 m2 u2 ഡിവൈഡ് ബൈ m1 പ്ലസ് m2 എന്നായിരുന്നു. ഇതുപോലെ v2ൻ്റെ ഫോമുല v2 ഈക്വൽ ടു u2 ഇൻറ്റു m2 മൈനസ് m1 പ്ലസ് 2 m2 u2 എന്നുള്ളത് 2 m1 u1 ഡിവൈഡ് ബൈ m1 പ്ലസ് m2 എന്നായിരുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഫോമുല, രണ്ട് ഇക്വേഷൻ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, നമ്മൾ കുറച്ച് സ്പെഷ്യൽ കേസ് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് വൺ, ലെറ്റ് m1 ഈക്വൽ ടു m2 ഈക്വൽ ടു m, m1 ഈക്വൽ ടു m2 ഈക്വൽ ടു m. ഓക്കെ, അപ്പോൾ m1ൻ്റെ സ്ഥാനത്ത് m, m2ൻ്റെ സ്ഥാനത്ത്, അപ്പോൾ ഈ രണ്ട് മാസും ഈക്വലാണെന്ന് വിചാരിക്കുക. രണ്ട് മാസും ഈക്വലാണ്. അപ്പോൾ ഇതിൽ കൊടുത്താൽ എന്താവും, v1 ഈക്വൽ ടു u1 ഇൻറ്റു, ഇവിടെ m വരില്ല, രണ്ട് m അല്ലേ, അപ്പോൾ m മൈനസ് m വരും, ബിക്കോസ് മാസ് ഈക്വലാണ്, പ്ലസ് ഇതെന്ത് വരും, 2m u2 വരും, 2m u2 ഡിവൈഡ് ബൈ m പ്ലസ് m 2m വരും. അപ്പോൾ ഇത് m മൈനസ് m 0, അപ്പോൾ ഈ ടേം ക്യാൻസൽ, അത് പോയി. പിന്നെ 2m ക്യാൻസൽ. സോ v1 ഈക്വൽ ടു u2 കിട്ടി, v1 ഈക്വൽ ടു u2. ഇതേപോലെ v2 കണ്ടാലോ, v2 ഈക്വൽ ടു u2 ഇൻറ്റു ഇത് m മൈനസ് m ആണ് അല്ലേ, പ്ലസ് 2 m1ൻ്റെ സ്ഥാനത്ത് m u1 ഡിവൈഡ് ബൈ m പ്ലസ് m 2m ആണ്. സോ ഹിയർ m മൈനസ് m 0, അത് ക്യാൻസലായി. അപ്പോൾ ഇവിടെ 2m ക്യാൻസലായി, ബാക്കി u1 ഉള്ളൂ. ഇത് 0 ആണ്, ഈ ടേം മൊത്തം 0 ആണ് അല്ലേ. m മൈനസ് m 0 വരുന്നുണ്ട്, 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് കംപ്ലീറ്റ്ലി 0 ആണ്. പിന്നെ ഇതേ ഉണ്ടാവും. സോ v2 ഈക്വൽ ടു u1 ആണ്. അപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ എന്നാ, v1 ഈക്വൽ ടു u2, v1 ഈക്വൽ ടു u2. അപ്പോൾ ഇതല്ലേ v1, ഈ v1 ഈക്വൽ ടു u2 കിട്ടി. v1, അപ്പോൾ ഇത് v1 ഈക്വൽ ടു u2, അപ്പോൾ ഇത് u2, v1 ഈക്വൽ ടു u2. പിന്നെ കിട്ടി എന്താ, v2 ഈക്വൽ ടു u1. ഇതല്ലേ v2 ഈക്വൽ ടു കിട്ടിയിരിക്കുന്ന u1, v2 ഈക്വൽ ടു u1 എന്നാണ് കിട്ടിയത്. എങ്ങനെയാണെങ്കിൽ രണ്ട് മാസം ഈക്വൽ ആണെങ്കിൽ, ഈ രണ്ട് മാസം ഈക്വലാണ്, മാസം ഈക്വൽ ആണെങ്കിൽ നമുക്കിങ്ങനെയല്ലേ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഇത് ഓൺലി ഫോർ ഇലാസ്റ്റിക് കൊളീഷൻ ആണ്, ഇലാസ്റ്റിക് കൊളീഷൻ ഇൻ വൺ ഡയമെൻഷൻ, ആ കേസിലാണ്. ഓക്കെ, അപ്പോൾ മാസ് ഈക്വൽ ആണ് എന്താ കിട്ടിയത്, v1 ഈക്വൽ ടു u2. നിങ്ങൾ നോക്കൂ, കൊളീഷന് മുമ്പ് ഫസ്റ്റ് ബോഡീൻ്റെ വെലോസിറ്റി അല്ലേ u1. കൊളീഷന് മുമ്പ് ഫസ്റ്റ് ബോഡീൻ്റെ വെലോസിറ്റിയാണ് u1. ഇപ്പോൾ കിട്ടിയ റിസൾട്ട് എന്നാ, കൊളീഷന് ശേഷം ഈ സെക്കൻഡ് ബോഡിയുടെ വെലോസിറ്റിയാണ് u1. അതായത് ഇവിടെ ഫസ്റ്റ് ബോഡീൻ്റെ വെലോസിറ്റിയാണ് u1, ഇവിടെ സെക്കൻഡ് ബോഡീൻ്റെ വെലോസിറ്റിയാണ് u1. അങ്ങനെയുള്ള റിസൾട്ടല്ലേ കിട്ടിയത്. അപ്പോൾ ഫസ്റ്റ് ബോഡീൻ്റെ വെലോസിറ്റി ആർക്ക് കിട്ടി, സെക്കൻഡ് ബോഡിക്ക് കിട്ടി. ആഫ്റ്റർ കൊളീഷൻ u1 ഇവിടെ കിട്ടി. ഓക്കെ, അതുപോലെ കൊളീഷന് ഇതിന് മുമ്പ് സെക്കൻഡ് ബോഡിയുടെ വെലോസിറ്റിയാണ് u2 അല്ലേ, സെക്കൻഡ് ബോഡീൻ്റെ വെലോസിറ്റി അല്ലേ u2, സെക്കൻഡ് ബോഡി u2. കൊളീഷന് ശേഷം ഫസ്റ്റ് ബോഡീൻ്റെ വെലോസിറ്റി u2. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, ഫസ്റ്റ് ബോഡിയുടെ വെലോസിറ്റി സെക്കൻഡിനും സെക്കൻഡ് ബോഡിയുടെ വെലോസിറ്റി ഫസ്റ്റിനും കിട്ടി എന്ന് പറഞ്ഞാൽ ദേ എക്സ്ചേഞ്ച് ദെയർ വെലോസിറ്റീസ്. ഫസ്റ്റിൻ്റെ വെലോസിറ്റി സെക്കൻഡിന് കിട്ടി, സെക്കൻഡിൻ്റെ വെലോസിറ്റി ഫസ്റ്റിന് കിട്ടി. സോ ദേ എക്സ്ചേഞ്ച് ദെയർ വെലോസിറ്റീസ്. എങ്ങനെയാണെങ്കിൽ രണ്ട് മാസും ഈക്വൽ ആവണം, പിന്നെ ഇലാസ്റ്റിക് കൊളീഷൻ ആവണം ഇൻ വൺ ഡയമെൻഷൻ. അങ്ങനെയാണ് ദേ ഫസ്റ്റിൻ്റെ വെലോസിറ്റി സെക്കൻഡിന് കിട്ടും, സെക്കൻഡിൻ്റെ വെലോസിറ്റി ഫസ്റ്റിന് കിട്ടും.
ഓക്കെ. നെക്സ്റ്റ്, ഇത് 2 മാസം ഈക്വൽ ആണെങ്കിൽ സെക്കൻഡ് കേസ് ഇത് തന്നെ. രണ്ടാമത്തെ കേസ് ഇത് തന്നെ. സെക്കൻഡ് കേസ് ലെറ്റ് M1 ഈക്വൽ M2 ഈക്വൽ M ആൻഡ് U2 ഈക്വൽ ടു 0. അപ്പോൾ നമ്മളെ കേസ് ഇങ്ങനെയായിരുന്നു, ശരിക്കും ഇങ്ങനെയായിരുന്നു. ഇതിൻ്റെ വെലോസിറ്റി V2, ഇതിൻ്റെ വെലോസിറ്റി V1 ഇങ്ങനെയായിരുന്നു അല്ലേ. ഇനി അതെന്ത് കിട്ടും നോക്കണം. V1 കാണാൻ ഒരു ഫോമുല നമ്മൾ അതിലുണ്ട്, V2 കാണാനും ഫോമുലുണ്ട്. ആ ഫോമുല ഉപയോഗിച്ച് നമ്മൾ നോക്കുക എന്താ കിട്ടുകയെന്ന്. ഓക്കെ. അപ്പോൾ M1 ഈക്വൽ M2 ഈക്വൽ M തന്നെ, മാസ് ഈക്വൽ തന്നെ, മാസ് ഈക്വൽ തന്നെ. ആൻഡ് U2 0, U2 0 എന്ന് പറഞ്ഞാൽ U2 ഇതല്ലേ, U2 0, ഇത് 0. U2 0 എന്ന് പറയുമ്പോൾ അർത്ഥം എന്നാ, U2 0 എന്ന് പറഞ്ഞാൽ അർത്ഥം ഈ ബോഡി റെസ്റ്റിലാണ്. അപ്പോൾ ഈ ബോഡി റെസ്റ്റിലാണ്, അതുകൊണ്ട് U2 0, അതിന് വെലോസിറ്റി ഇല്ല. അപ്പോൾ ഇത് റെസ്റ്റിലാണ് നിൽക്കുന്നത്. അപ്പോൾ റെസ്റ്റിൽ നിൽക്കുമ്പോഴാണ് ഇത് വന്നിട്ട് ഇതിനെ കൊളൈഡ് ചെയ്യുന്നത്. റെസ്റ്റിൽ നിൽക്കുമ്പോഴാണ് ഇത് വന്നിട്ട് ഇതിനെ കൊളൈഡ് ചെയ്യുന്നത്. കാര്യം മനസ്സിലായോ? ഓക്കെ. അപ്പോൾ നോക്കാം. പിന്നെ 2 മാസം ഈക്വൽ ആണ്. അപ്പോൾ V1ൻ്റെ ഫോമുല V1 ഈക്വൽ ടു എന്ത് വരും, U1 ഇൻറ്റു മാസ് ഈക്വൽ ആയതുകൊണ്ട് M മൈനസ് M 0 വരും, പ്ലസ് 2M ഇൻറ്റു U2 ഈസ് 0, U2 0 ഡിവൈഡ് ബൈ M പ്ലസ് M 2M. അപ്പോൾ ഇവിടെ M മൈനസ് M 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് 0, 2M ഇൻറ്റു 0 0. അപ്പോൾ ഇത് മൊത്തം ന്യൂമറേറ്റർ മൊത്തം 0. അപ്പോൾ 0 ബൈ ഇത്, അപ്പോൾ 0, V1 0. ഓക്കെ. ഇനി V2 നോക്കാം. V2 ഈക്വൽ ടു U2 എന്താണ്, U2 0, കാരണം ഇത് ബോഡി റെസ്റ്റിലാണ്. അപ്പോൾ U2 0 ഇൻറ്റു M മൈനസ് M പ്ലസ് 2M U1 ഡിവൈഡ് ബൈ M പ്ലസ് M 2M. ഇവിടെ M മൈനസ് M 0, അപ്പോൾ ഈ ടേം ടോട്ടലി 0. പിന്നെ 2M ക്യാൻസൽ ആയാലും ബാക്കി U1 ഉണ്ട്. അപ്പോൾ V2 ഈക്വൽ ടു U1. അപ്പോൾ കിട്ടിയിരിക്കുന്ന റിസൾട്ട് എന്നാ, V1 ഈക്വൽ 0. ഈ V1 0 എന്ന് പറഞ്ഞാൽ അർത്ഥം എന്നാ, ഇത് 0 എന്ന് പറയുമ്പോൾ അർത്ഥം ഇത് റെസ്റ്റാണ്, അത് 0. ഓക്കെ. അതുപോലെ പിന്നെ കിട്ടി ഇത് V2 ഈക്വൽ U1 എന്ന് കിട്ടി. V2 ഈക്വൽ U1. അപ്പോൾ V2ന് പകരം U1 ഈക്വൽ U1 എന്നാണ് കിട്ടിയത്. ഓക്കെ. അപ്പോൾ കൊളീഷന് മുമ്പ് സെക്കൻഡ് ബോഡിയല്ലേ റെസ്റ്റ്. അപ്പോൾ എന്തെല്ലാം കേസ്, 2 മാസം ഈക്വൽ, പിന്നെ ഈ ബോഡി റെസ്റ്റ്, പിന്നെ നടക്കുന്നത് ഇലാസ്റ്റിക് കൊളീഷൻ ഇൻ 1 ഡയമെൻഷൻ. അപ്പോൾ ഇത് റെസ്റ്റിലാണല്ലേ. അപ്പോൾ റെസ്റ്റിലാകുമ്പോൾ ഈ ഫസ്റ്റ് ബോഡി വന്ന് ഇതിനെ കൊളൈഡ് ചെയ്തു, ഇത് വന്നിട്ട് ഇത് കൊളൈഡ് ചെയ്തിട്ട് കണ്ടോ, ഫസ്റ്റ് ബോഡി റെസ്റ്റായി. അപ്പോൾ ഇത് വന്നിട്ട് കൊളൈഡ് ചെയ്തിട്ട് ഈ ഫസ്റ്റ് ബോഡി കൊളൈഡ് ചെയ്തിട്ട് അവിടെ നിൽക്കും, ഫസ്റ്റ് ബോഡി അവിടെ നിൽക്കും. ഓക്കെ. ഇത് വന്ന് കൊളൈഡ് ചെയ്തിട്ട് അത് നിൽക്കും, കാരണം അത് റെസ്റ്റായി. എന്നിട്ട് ഈ സെക്കൻഡ് ബോഡി എന്ത് ചെയ്യും, സെക്കൻഡ് ബോഡി മൂവ് ചെയ്യും. ഇത് മൂവ് ചെയ്യുന്നു വിത്ത് വെലോസിറ്റി U1 എന്ന് പറയുമ്പോൾ U1 ആരെ വെലോസിറ്റിയാണ്, ഫസ്റ്റ് ബോഡിയുടെ വെലോസിറ്റിയിൽ ആര് മൂവ് ചെയ്യും, സെക്കൻഡ് ബോഡി മൂവ് ചെയ്യും. എന്നിട്ട് അപ്പോൾ സംഭവിക്കുന്ന എന്നാ, ഫസ്റ്റ് ബോഡി വന്ന് ഇടിച്ച് അതവിടെ നിന്നു, ഫസ്റ്റ് ബോഡി അവിടെ നിൽക്കും. എന്നിട്ട് സെക്കൻഡ് ബോഡി മൂവ് ചെയ്യും. ആ സെക്കൻഡ് ബോഡി മൂവ് ചെയ്യുന്നത് ആരെ വെലോസിറ്റിയിലാണ്, ഫസ്റ്റ് ബോഡീൻ്റെ വെലോസിറ്റി, ഈ U1 വെലോസിറ്റിയിലാണ് അത് മൂവ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ആഫ്റ്റർ കൊളീഷൻ എന്ത് സംഭവിക്കും, ഫസ്റ്റ് ബോഡി കംസ് ടു റെസ്റ്റ് ആൻഡ് സെക്കൻഡ് ബോഡി മൂവ്സ് വിത്ത് ദ വെലോസിറ്റി ഓഫ് ഫസ്റ്റ് ബോഡി. ഓക്കെ, റെഡി. നെക്സ്റ്റ്, അപ്പോൾ ഇങ്ങനെയാണ് ശരിക്കും കേസ്. M1ൻ്റെ വെലോസിറ്റി V1, M2ൻ്റെ വെലോസിറ്റി V2, ഇങ്ങനെയാണ് ഉള്ളത്. അടുത്ത കേസ്, ലെറ്റ് M1 വെരി മച്ച് ഗ്രേറ്റർ ദാൻ M2. ഇതിങ്ങനെയാണ് കേസ്. M1 വെരി മച്ച് ഗ്രേറ്റർ ദാൻ M2 ആൻഡ് U2 ഈക്വൽ ടു 0. U2 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വെലോസിറ്റി ആയിരുന്നു U2 0 എന്ന് പറഞ്ഞ അർത്ഥം, U2 0 എന്ന് പറഞ്ഞ അർത്ഥം ഇത് റെസ്റ്റാണ്, ആ ബോഡി റെസ്റ്റ്. പിന്നെ M1 വെരി മച്ച് ഗ്രേറ്റർ ദാൻ M2. അപ്പോൾ ഈ M1 വെരി മച്ച് ഗ്രേറ്റർ ദാൻ M2. അപ്പോൾ M1 എന്ന് പറയുന്നത് വെരി മച്ച് ഗ്രേറ്റർ. അപ്പോൾ M1 ഒരു ഹെവി ബോഡിയാണ്. ഇതിൻ്റെ വെലോസിറ്റിയാണ് U1. M1 ഈസ് വെരി മച്ച് ഗ്രേറ്റർ ദാൻ M2. അപ്പോൾ M2 വളരെ ചെറിയ ബോഡിയാണ്. M2ൻ്റെ മാസ് വളരെ കുറഞ്ഞ, അപ്പോൾ ഇത് ചെറിയൊരു ബോഡിയാണ് M2. മനസ്സിലായോ? പിന്നെ U2 0. U2 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വെലോസിറ്റി, ഇത് 0 എന്ന് പറഞ്ഞാൽ ഇത് റെസ്റ്റാണ്. U2 0 എന്ന് പറയുമ്പോൾ ഇത് റെസ്റ്റാണ്. അപ്പോൾ U2 0. അപ്പോൾ ഇവിടെ നമ്മളെ കേസ് എന്ന് പറഞ്ഞാൽ
M1 വെരി മച്ച് ഗ്രേറ്റർ ദാൻ M2 അല്ലേ? അപ്പോൾ ഈ വലിയ ബോഡി വന്നിട്ടാണ്, ഹെവി ബോഡിയാണ് ഈ ലൈറ്റ് ബോഡീനെ, ചെറിയ ബോഡീനെ വന്ന് ഇതിനെ വന്ന് കൊളൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ M2 എന്ന് പറഞ്ഞ ഈ ബോഡി M1, ഈ M2നെ M1 എന്ത് ചെയ്യുമ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ, M1 കമ്പയർ ചെയ്യുമ്പോൾ ഇത് ചെറിയ ബോഡിയല്ലേ, ചെറിയ ബോഡി ആയതുകൊണ്ട് നമ്മൾ അതിൻ്റെ മാസ് M2 ഇത് അപ്രോക്സിമേറ്റ്ലി 0 എടുക്കുന്നു. കാരണം ഇത് അത്രയും ലൈറ്റ് ബോഡിയാണ്. അപ്പോൾ അതിന് മാസ് ഇല്ല എന്നുള്ള രൂപത്തിൽ അങ്ങ് എടുക്കുന്നു. ഒരു അപ്രോക്സിമേഷനാണ്, നമ്മളങ്ങനെ എടുക്കുന്നു. M2 അപ്രോക്സിമേറ്റ്ലി 0. അപ്പോൾ ഇതിൽ കൊടുക്കും. ദർഫോർ V1 = U1 × M1 മൈനസ് M2. M2 എന്താണ്? 0 പ്ലസ് 2M2. M2 എന്താണ്? 0. M2 0 അല്ലേ? M2 × U2. U2 0 തന്നെ, ഇത് റെസ്റ്റ് ആയതുകൊണ്ട് 0 ഡിവൈഡഡ് ബൈ M1 + M2. അപ്പോൾ M1 + M2. M2 എന്താണ്? 0. അപ്പോൾ ഇത് 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇതൊക്കെ 0 ആയി. ഇവിടെ ആകെ ഉണ്ടാവുക U1 × M1 ഉണ്ടാവും. അപ്പോൾ V1 = U1 × M1 by M1 അല്ലേ? സോ M1 ക്യാൻസൽ. സോ V1 = U1. V1 = U1 കിട്ടി. ഇനിയോ V2. V2 = U2 എന്താണ്? U2 0 ആണ് അല്ലേ? 0 × M2 - M1. M2 0 മൈനസ് M1 പ്ലസ് 2M1 U1 ബൈ M1 പ്ലസ് M2 0. ഇവിടെ ബ്രാക്കറ്റിൽ M1 ഉണ്ട് അല്ലേ? പക്ഷേ ബ്രാക്കറ്റിന് പുറത്ത് 0 ഉണ്ട്. അപ്പോൾ 0 × M1, 0 × മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് 0. അപ്പോൾ ഈ ടേം അങ്ങ് 0 ആവും. സോ V2 = അപ്പോൾ ഇത് 0 ആയാലും ഇതായി നോക്കണ്ടു 2M1 U1 ബൈ M1. സോ M1 ക്യാൻസൽ. സോ V2 = 2U1. V2 = 2U1. V2 = 2U1. അപ്പോൾ കിട്ടിയ റിസൾട്ട് എന്താ? V1 = U1. V1 = U1. അപ്പോൾ ഈ V1 എന്ന് പറയുന്നത് V1 = U1 ആണ്. V1 എന്ന് പറയുന്നത് U1. പിന്നെ കിട്ടിയ V2 = 2U1. ഈ V2 എന്ന് പറയുന്നത് 2U1 ആണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഒരു ഹെവി ബോഡി ഒരു ലൈറ്റ് ബോഡീനെ, ചെറിയ ബോഡി, അത് റെസ്റ്റിലാണ് ഉള്ളത്, അതിനെ വന്ന് കൊളൈഡ് ചെയ്തു. ഇതിൻ്റെ വെലോസിറ്റി എത്രയാണ്? U1. അപ്പോൾ ഇതാ ഹെവി ബോഡി. ഹെവി ബോഡി ഇതാണ്, ലൈറ്റ് ബോഡി, ചെറിയ ലൈറ്റ് ബോഡി എന്ന് പറഞ്ഞാൽ ഇതാണ്. ഓക്കെ. അപ്പോൾ ഹെവി ബോഡീൻ്റെ വെലോസിറ്റി എത്ര? ഹെവി ബോഡിയാണ് ലൈറ്റ് ബോഡീനെ കൊളൈഡ് ചെയ്യുന്നത്, ഇലാസ്റ്റിക് കൊളീഷനാണ്. ഇതിൻ്റെ വെലോസിറ്റി എത്രയാണ്? U1. അപ്പോൾ ഇത് കൊളീഷൻ, ഈ വെലോസിറ്റി U1 ആണ്. കൊളീഷന് ശേഷവും എത്രയാണ്? U1 ആണ്. അപ്പോൾ അതിൻ്റെ വെലോസിറ്റി മാറുന്നില്ല. അപ്പോൾ ഹെവി ബോഡീൻ്റെ വെലോസിറ്റി ബിഫോർ തന്നെയാണ് വെലോസിറ്റി ആഫ്റ്റർ. അപ്പോൾ അത് അതേ വെലോസിറ്റി തന്നെ പോകും. ഏത് ബോഡി? ഹെവി ബോഡി അതേ വെലോസിറ്റി തന്നെ പോകും. പിന്നെ ഈ ലൈറ്റ് ബോഡിയോ? ലൈറ്റ് ബോഡി റെസ്റ്റിലല്ലേ, അത് കൊളീഷന് ശേഷം അതിൻ്റെ വെലോസിറ്റി എത്രയാണ്? അതിൻ്റെ വെലോസിറ്റി 2U1 ആണ്. 2U1 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഹെവി ബോഡീൻ്റെ ഡബിൾ അല്ലേ? അതിൻ്റെ 2U1 ഇതിൻ്റെ ഡബിൾ വെലോസിറ്റിയിൽ ലൈറ്റ് ബോഡി പോകും. അപ്പോൾ ഇത് വന്ന് ഇടിച്ചാൽ ഈ ബോഡി എന്ത് ചെയ്യും? ഹെവി ബോഡി കൊളീഷന് ശേഷം ഇതേ വെലോസിറ്റി തന്നെ പോകും, ഹെവി ബോഡി. ഈ ചെറിയ ബോഡിയോ? ഇത് ട്വൈസ് ദ വെലോസിറ്റി ഓഫ് ഹെവി ബോഡി. ഹെവി ബോഡീൻ്റെ ട്വൈസ് വെലോസിറ്റിയിൽ, 2 times ഓക്കെ വെലോസിറ്റി, ഡബിൾ വെലോസിറ്റിയിൽ ആ ലൈറ്റ് ബോഡിയും പോകും. ഇനി ഇലാസ്റ്റിക് കൊളീഷൻ ഇൻ 1 dimension. ഓക്കെ. ഇനി ഈ കണ്ടീഷൻ നമ്മൾ നേരെ തിരിച്ചെടുക്കുകയാണ്. അതായത് അടുത്ത കേസ് M2 വെരി മച്ച് ഗ്രേറ്റർ ദാൻ M1. M2 വെരി മച്ച് ഗ്രേറ്റർ ദാൻ M1 ആൻഡ് U2 = 0. U2 ഉദ്ദേശിക്കുന്നത് സെക്കൻഡ് ബോഡീനെ അല്ലേ? സെക്കൻഡ് ബോഡി. U2 0 എന്ന് പറഞ്ഞാൽ റെസ്റ്റ്. പക്ഷേ നേരെ തിരിച്ചാണ്. ഇപ്പോൾ എടുത്ത കണ്ടീഷൻ നേരെ റിവേഴ്സാണ്. അതായത് ഇങ്ങനെയാണ് കേസ്. അപ്പോൾ M2 വെരി മച്ച് ഗ്രേറ്റർ ദാൻ M1. അപ്പോൾ M1 ആണ് ചെറുത്. അപ്പോൾ ഇത് ലൈറ്റ് ബോഡി M1 ആണ് ചെറുത്, ലൈറ്റ് ബോഡി. M2 ഹെവി ബോഡി. കണ്ടോ? ഇതിൻ്റെ വെലോസിറ്റി U1, ഇതിൻ്റെ വെലോസിറ്റി U2 0 ആണ്. അപ്പോൾ ഇത് റെസ്റ്റാണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ ലൈറ്റ് ബോഡിയാണ് ചെറിയൊരു ബോഡി, അപ്പോൾ ഹെവി ബോഡീനെ വന്ന് കൊളയും. അപ്പോൾ ഇത് വന്നിട്ടാണ് ഇതിനെ ഇടിക്കുന്നത്. ഇത് റെസ്റ്റിൽ നിൽക്കുക. അപ്പോൾ ഇത് വന്ന് ഇടിക്കുകയാണ്. ഒരു ചെറിയ ബോഡി ഒരു വലിയ ബോഡീനെ പോയി കൊളൈഡ് ചെയ്യുന്നു. അങ്ങനെ സംഭവം. അപ്പോൾ ഇത് ചെറുതല്ലേ, അതുകൊണ്ട് ഇതിൻ്റെ മാസ് നേരത്തെ എടുത്ത പോലെ അപ്രോക്സിമേറ്റ്ലി 0 എടുക്കുന്നു. ഇത് ലൈറ്റ് ബോഡിയാണ്. അപ്പോൾ ഇത് വന്ന് ഇടിച്ചാൽ എന്താ സംഭവിക്കുക? നോർമലി എന്താ സംഭവിക്കുക? ഇത് വന്ന് ഇടിച്ചു കഴിഞ്ഞാൽ വലിയ ബോഡീനെ പോയിട്ടാണ് ഈ ചെറിയ ബോഡി കൊളൈഡ് ചെയ്യുന്നത്.
അപ്പോൾ ഇത് പോയി ഇടിച്ച് കഴിഞ്ഞാൽ അതേപോലെ തിരിച്ചും വരും, റീബൗണ്ട് ചെയ്യും, അത് അവിടെ തന്നെ നിൽക്കും. ആ വലിയ ഹെവി ബോഡി അവിടെ തന്നെ നിൽക്കും, ഇത് പോയി ഇടിച്ചിട്ട് എന്താവും, തിരിച്ചിങ്ങ് വരും. അപ്പോൾ അങ്ങനെയുള്ളൊരു ആൻസർ നമുക്ക് കിട്ടണ്ടേ. നോക്കാം. അപ്പോൾ ഇതിൽ കൊടുക്കും. ഇനി അപ്പോൾ രണ്ടും തമ്മിൽ കൊളൈഡ് ചെയ്തു. കൊളീഷന് ശേഷം ലൈറ്റ് ബോഡി ഫസ്റ്റ് ബോഡി അല്ലേ, അതിൻ്റെ വെലോസിറ്റിയാണ് v1. അതെന്ത് കിട്ടും നമുക്ക് നോക്കാം. ഈ ഹെവി ബോഡീൻ്റെ വെലോസിറ്റിയാണ് v2. എന്താ കിട്ടുക നമുക്ക് നോക്കാം. നോക്കും, ഇതിൽ കൊടുക്കും. v1 കാണും. v1 ഈക്വൽ ടു u1 ഇൻറ്റു m1 മൈനസ് m2. m1 എന്താണ് 0 മൈനസ് m2 പ്ലസ് 2m2 ഇൻറ്റു u2 0 ഡിവൈഡ് ബൈ m1 പ്ലസ് m2. m1 0 പ്ലസ് m2. ഇത് 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് 0 ആയി. അപ്പോൾ v1 ഈക്വൽ ടു u1 ഇൻറ്റു മൈനസ് m2 മൈനസ് u1 ഇൻറ്റു m2 അല്ല, u1 ഇൻറ്റു m2 ഡിവൈഡ് ബൈ m2. സോ m2 ക്യാൻസൽ. ഓക്കെ. v2 u2 എന്താണ്, u2 0 ആണ്. 0 ഇൻറ്റു m2 മൈനസ് m1 അല്ലേ, m1 0 ഇങ്ങനെയായിരുന്നു. പ്ലസ് 2m1 0, m1 അല്ലേ 0, m1 അല്ലേ ലൈറ്റ് ബോഡി, ഇൻറ്റു u1 ഡിവൈഡ് ബൈ m1 0 പ്ലസ് m2. v2 ഈക്വൽ ടു 0 ബ്രാക്കറ്റിന് പുറത്ത് 0 ഉണ്ടല്ലേ, അപ്പോൾ 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 0 ആയി. ഇവിടെ 0 ഉണ്ട്, 0 മൾട്ടിപ്ലൈ ചെയ്ത് 0, അപ്പോൾ ഇത് ടോട്ടൽ 0 ആയി. അപ്പോൾ ന്യൂമറേറ്റർ 0 ആണ്, അപ്പോൾ ആൻസർ 0 ആയിരിക്കും. അപ്പോൾ കിട്ടിയ ആൻസർ എന്നാ v1 ഈക്വൽ ടു മൈനസ് u1. ഇതല്ലേ v1 ലൈറ്റ് ബോഡീൻ്റെ, ഇതല്ലേ v1 ഈക്വൽ ടു എന്നാ കിട്ടിയ മൈനസ് u1. v1 ഈക്വൽ ടു മൈനസ് u1. v2 ഈക്വൽ ടു 0. v2 0 എന്ന് പറഞ്ഞാൽ ഇത് റെസ്റ്റാണ്. 0 വെലോസിറ്റി ഇല്ല, അപ്പോൾ അത് റെസ്റ്റാണ്. അപ്പോൾ കണ്ടോ, ഈ ലൈറ്റ് ബോഡീൻ്റെ വെലോസിറ്റി എത്രയാണ്, u1. ഇത് റെസ്റ്റിലാണ് അല്ലേ, റെസ്റ്റിൽ നിൽക്കുന്ന ഹെവി ബോഡീനെ ഈ ലൈറ്റ് ബോഡി കൊളൈഡ് ചെയ്യുന്നു, ഇലാസ്റ്റിക് കൊളീഷൻ. അപ്പോൾ ഇതെത്ര വെലോസിറ്റിയാണ് പോകുന്നത്, u1 വെലോസിറ്റി പോയി. u1 വെലോസിറ്റി പോയിട്ട് ഇടിച്ചു. കൊളീഷന് ശേഷം നോക്ക്, കൊളീഷന് ശേഷം അതിൻ്റെ വെലോസിറ്റി മൈനസ് u1. മൈനസിൻ്റെ അർത്ഥം ഡയറക്ഷൻ മാറി, മൈനസ് u1 എന്ന് വെച്ചാൽ ഇത് പോയി ഇടിച്ചിട്ട് മൈനസ് u1 ഉദ്ദേശിക്കുന്നത് u1 വെലോസിറ്റിയിലല്ലേ ഇടിക്കുന്നത്, പോയി ഇടിച്ചിട്ട് അതേപോലെ തിരിച്ചും പോരും. ഈ വെലോസിറ്റി തന്നെ ഇടിച്ചിട്ട് തിരിച്ചും പോരും, റീബൗണ്ട് ചെയ്യും. ആ റീബൗണ്ട് ചെയ്യും, ഡയറക്ഷൻ മാറും, നേരെ റിവേഴ്സ് ആവും. അതാണ് നെഗറ്റീവിൻ്റെ അർത്ഥം. നെഗറ്റീവിൻ്റെ അർത്ഥം അതാണ്, മനസ്സിലായോ? അപ്പോൾ ഈ ലൈറ്റ് ബോഡി എന്ത് ചെയ്യും, ലൈറ്റ് ബോഡി ആഫ്റ്റർ കൊളീഷൻ ഇറ്റ് റീബൗണ്ട്സ് ബാക്ക് വിത്ത് സെയിം വെലോസിറ്റി, പോയ വെലോസിറ്റി തന്നെ തിരിച്ചും പോരും. അതാണ് മൈനസ് u1. ഇത് റെസ്റ്റ്, സെക്കൻഡ് ബോഡി റെസ്റ്റ്. കൊളീഷന് ശേഷം റെസ്റ്റ് തന്നെ വേണ്ട, റെസ്റ്റ് തന്നെ, കാരണം v2 0 വെലോസിറ്റി ഇല്ല, ഇനി വെലോസിറ്റി ഇല്ല, അപ്പോൾ അത് റെസ്റ്റ് തന്നെ. അപ്പോൾ ഈ ബോഡി ഹെവി ബോഡി റെസ്റ്റ് തന്നെ നിൽക്കും. എന്നിട്ടോ ലൈറ്റ് ബോഡി പോയ വെലോസിറ്റി തന്നെ റീബൗണ്ട് ആവും, റീബൗണ്ട്സ് ബാക്ക് വിത്ത് സെയിം വെലോസിറ്റി. ലൈറ്റ് ബോഡി, ഹെവി ബോഡി റിമെയിൻസ് അറ്റ് റെസ്റ്റ്. ഓക്കെ, ഇനി ഇതിൽ നോക്കുക. coefficient of restitution. Coefficient of restitution denoted by E, small letter e. Coefficient of restitution. Okay, coefficient of restitution. അപ്പോൾ എന്ത് സംഭവിക്കും, കോഎഫിഷ്യൻ്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ, ഇപ്പോൾ നമ്മൾ കൊളീഷൻ നടക്കുന്ന സ്ഥലത്ത് ഇപ്പോൾ m1ൻ്റെ വെലോസിറ്റി u1, m2ൻ്റെ വെലോസിറ്റി u2, 1 ഡയമെൻഷനിലാണ് പറയുന്നത്. കൊളൈഡ് ചെയ്തു, കൊളീഷന് ശേഷം വെലോസിറ്റി എന്തായി, v1 ആയി. m1ൻ്റെ വെലോസിറ്റി v1 ആയി, m2ൻ്റെ വെലോസിറ്റി v2 ആയി. എന്നല്ലേ നമ്മൾ ചെയ്തേ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ u1 മൈനസ് u2നെ നമ്മളൊരു പേര് വിളിച്ചിന്, u1 മൈനസ് u2. ഇതിൻ്റെ പേരാണ് റിലേറ്റീവ് വെലോസിറ്റി ഓഫ് അപ്രോച്ച്. നമ്മൾ ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞ ക്ലാസ് ചെയ്തതാണ്. u1 മൈനസ് u2 ഇതിൻ്റെ പേര് അല്ലേ, റിലേറ്റീവ് വെലോസിറ്റി ഓഫ് അപ്രോച്ച് എന്ന് പറയും. അതുപോലെ ഇവിടെ നമ്മൾ v2 മൈനസ് v1 ഇതിനെ നമ്മൾ റിലേറ്റീവ് വെലോസിറ്റി ഓഫ് സെപ്പറേഷൻ എന്നാണ് വിളിച്ചത്, റിലേറ്റീവ് വെലോസിറ്റി ഓഫ് സെപ്പറേഷൻ. ഓക്കെ, ഇപ്പോൾ റിലേറ്റീവ് വെലോസിറ്റി ഓഫ് അപ്രോച്ചും റിലേറ്റീവ് വെലോസിറ്റി ഓഫ് സെപ്പറേഷനും ഇത് രണ്ട് ഈക്വൽ ആണെന്ന് തെളിയിച്ചിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തതിൽ ഒരു ഇക്വേഷൻ നമ്പർ 3 ഇതായിരുന്നു,
റിലേറ്റീവ് വെലോസിറ്റി ഓഫ് അപ്രോച്ച് ഈക്വൽ ടു റിലേറ്റീവ് വെലോസിറ്റി ഓഫ് സെപ്പറേഷൻ. ഇത് ഓൺലി ഇൻ ദ കേസ് ഓഫ് ഇലാസ്റ്റിക് കൊളീഷൻ. ഇത് ഇലാസ്റ്റിക് കൊളീഷൻ്റെ കേസിൽ മാത്രമാണ്. ഇലാസ്റ്റിക് കൊളീഷൻ്റെ കേസിൽ മാത്രമാണ് ഇങ്ങനെ കിട്ടുക. റിലേറ്റീവ് വെലോസിറ്റി ഓഫ് അപ്രോച്ചും റിലേറ്റീവ് വെലോസിറ്റി ഓഫ് സെപ്പറേഷനും ഈക്വൽ ആണ്. ഇന്നിലാസ്റ്റിക് കൊളീഷനൊന്നും ഇങ്ങനെ കിട്ടില്ല. ഇന്നിലാസ്റ്റിക് കൊളീഷനിൽ ഇത് കുറവായിരിക്കും. റിലേറ്റീവ് വെലോസിറ്റി ഓഫ് സെപ്പറേഷൻ എന്ന് പറയുന്ന സംഭവം ഇതിനേക്കാളും ലെസ് ആയിരിക്കും ഇത് ഇന്നിലാസ്റ്റിക്കിൽ. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇത് രണ്ടും തമ്മിലുള്ള റേഷ്യോ എന്ന് വെച്ചാൽ റേഷ്യോ ഓഫ് V2 മൈനസ് V1. V2 മൈനസ് V1 വരുന്ന റിലേറ്റീവ് വെലോസിറ്റി ഓഫ് സെപ്പറേഷൻ ഡിവൈഡ് ബൈ U1 മൈനസ് U2 ഇതിൻ്റെ വരുന്ന റിലേറ്റീവ് വെലോസിറ്റി ഓഫ് അപ്രോച്ച്. ഇതിൻ്റെ റേഷ്യോൻ്റെ മാഗ്നിറ്റ്യൂഡാണ് കോയഫിഷ്യൻ്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ. എന്തിനാ ഇങ്ങനെ ഇട്ടത്? അപ്പോൾ ഇപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ഇപ്പോൾ നിങ്ങൾ V2 മൈനസ് V1 കണ്ടു. V2 മൈനസ് V1 കാണുമ്പോൾ V2 മൈനസ് V1 കണ്ടപ്പോൾ ഇത് മൈനസ് ചെയ്യുന്നല്ലേ. മൈനസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇപ്പോൾ ഇങ്ങനെ 8 മൈനസ് 10 അങ്ങനെ വരുന്നു. ഡിവൈഡ് ബൈ ഒരു 9 മൈനസ് 4 ഇങ്ങനെയല്ലേ വരുന്നു. അപ്പോൾ 8 മൈനസ് 10 മൈനസ് 2 ഡിവൈഡ് ബൈ 5 ഇങ്ങനെ വരും. അപ്പോൾ ഇത് നിങ്ങൾ 2/5 എന്ന് എഴുതിയാൽ മൈനസ് കൺസിഡർ ചെയ്യേണ്ട. മൈനസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ മൈനസ് ഉണ്ടെങ്കിൽ മൈനസ് കൺസിഡർ ചെയ്യേണ്ട. 2/5 എന്ന് എഴുതിയായി. ഓക്കെ, അതാണ് ഇങ്ങനെ കൊടുത്തത്. നെഗറ്റീവ് വന്നിനെങ്കിൽ നെഗറ്റീവ് എടുക്കണ്ട എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് കോയഫിഷ്യൻ്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ. അപ്പം ഇറ്റ് ഈസ് ദ റേഷ്യോ അല്ലേ, റേഷ്യോ ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇതാരാണ് റിലേറ്റീവ് വെലോസിറ്റി ഓഫ് സെപ്പറേഷൻ ആൻഡ് റിലേറ്റീവ് വെലോസിറ്റി ഓഫ് അപ്രോച്ച്. ഇവർ നമ്മളെ റേഷ്യോൻ്റെ മാഗ്നിറ്റ്യൂഡാണ് കോയഫിഷ്യൻ്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ ഇൻ കൊളീഷൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫോർ ഇലാസ്റ്റിക് കൊളീഷനിൽ ഇതിൻ്റെ വാല്യൂ ഈക്വൽ ടു 1 ആയിരിക്കും. കാരണം എന്താ, കോയഫിഷ്യൻ്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഇലാസ്റ്റിക് കൊളീഷനിൽ അത് 1 ആയിരിക്കും. ഇലാസ്റ്റിക് കൊളീഷനിൽ 1 ആയിരിക്കും. കോയഫിഷ്യൻ്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് 1 ആണ് ഇൻ ഇലാസ്റ്റിക് കൊളീഷനിൽ അതിൻ്റെ വാല്യൂ 1 ആണ് കിട്ടുക. എന്തുകൊണ്ടാണ്? ഇലാസ്റ്റിക് കൊളീഷനിൽ ഇത് രണ്ടും ഈക്വൽ അല്ലേ, ഈക്വൽ ആയതുകൊണ്ട് ഇത് രണ്ടും ഈക്വലാണ്. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഈക്വലാണ്. അപ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ 1 ആണ് കിട്ടുക ഫോർ ഇലാസ്റ്റിക് കൊളീഷൻ. ഫോർ ഇന്നിലാസ്റ്റിക് കൊളീഷനിൽ ഈൻ്റെ വാല്യൂ ലെസ് ദാൻ 1 ആയിരിക്കും. ഈ കിട്ടുക ലെസ് ദാൻ 1 കിട്ടുക. അപ്പോൾ ലെസ് ദാൻ 1 കിട്ടണമെങ്കിൽ ന്യൂമറേറ്റർ ആയിരിക്കണം ലെസ്. ന്യൂമറേറ്റർ ലെസ്സും ഡിനോമിനേറ്റർ ലാർജും. ന്യൂമറേറ്ററിൽ ലെസ് ആകുമ്പോഴാണ് ഇത് ലെസ്. അപ്പോൾ ഇത് ലെസ് ആയിരിക്കും ഇന്നിലാസ്റ്റിക് കൊളീഷനിൽ എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് വെലോസിറ്റി ഓഫ് സെപ്പറേഷൻ ഇത് ലെസ്സും റിലേറ്റീവ് വെലോസിറ്റി ഓഫ് അപ്രോച്ച് ഹൈയും ആയിരിക്കും. ഇതാണ് ഇന്നിലാസ്റ്റിക് കൊളീഷൻ. അടുത്ത ഫോർ പെർഫെക്റ്റ്ലി ഇന്നിലാസ്റ്റിക് കൊളീഷൻ. പെർഫെക്റ്റ്ലി ഇന്നിലാസ്റ്റിക് കൊളീഷനിൽ ഈൻ്റെ വാല്യൂ 0 ആയിരിക്കും. അപ്പോൾ ഈൻ്റെ വാല്യൂ 0 ആവുക. ഈൻ്റെ വാല്യൂ ഇത് 0 ആവണം. ഇത് 0 ആണെങ്കിൽ ഇത് രണ്ടും ഈക്വൽ ആവണം അല്ലേ. ഈക്വൽ ആകുമ്പോൾ ഇത് മൈനസ് ഇത് 0 ആവില്ലേ. എന്ന് പറഞ്ഞാൽ V2 V1 ഈക്വൽ ആവണം. എന്ന് പറഞ്ഞാൽ ഈ V2 V1 V2 ആഫ്റ്റർ കൊളീഷൻ V2 V1 ഈക്വൽ ആവണം. അത് ഈക്വൽ ആയാൽ എന്തെങ്കിലും V2 മൈനസ് V1 എന്താവും? 0 ആവും. 0 ആകുമ്പോൾ ഈ 0 കിട്ടും. അപ്പോൾ എന്താണ് പെർഫെക്റ്റ്ലി ഇന്നിലാസ്റ്റിക്? അപ്പോൾ പെർഫെക്റ്റ്ലി ഇന്നിലാസ്റ്റിക് കൊളീഷൻ എന്ന് പറഞ്ഞാൽ കൊളീഷന് ശേഷം ഉള്ള ഈ രണ്ട് വെലോസിറ്റിയും ഈക്വൽ ആവണം. അത് രണ്ട് ഈക്വൽ ആകുമ്പോഴാണ് ഈ 0 കിട്ടുക. അതെങ്ങനെയാണെന്ന് വെച്ചാൽ സംഭവം ഇതാണ്. അതാണ് പെർഫെക്റ്റ്ലി ഇന്നിലാസ്റ്റിക് കൊളീഷൻ. അത് സംഭവം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പെർഫെക്റ്റ്ലി ഇന്നിലാസ്റ്റിക് കൊളീഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു മാസ് M1 ഇത് മൂവ് ചെയ്യുന്ന വെലോസിറ്റി U1, വേറൊരു മാസ് M2 ഉണ്ടെന്ന് വിചാരിച്ചു. അത് റെസ്റ്റ് ആയിക്കോട്ടെ, കുഴപ്പമില്ല. എന്നിട്ട് ഇത് വന്നിട്ട് ഇതിനെ കൊളൈഡ് ചെയ്തു. കൊളീഷന് ശേഷം ഇവർ ഇങ്ങനെ തന്നെ പോകണം എന്ന് പറഞ്ഞാൽ ഒന്ന് മറ്റൊന്നിൻ്റെ മുകളിൽ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത പോലെ, ഒട്ടിപ്പിടിച്ച പോലെ. എന്നിട്ട് രണ്ടാളും ഒരേ വെലോസിറ്റിയിൽ പോവാം. ഒരേ വെലോസിറ്റി പോകുന്നതിൻ്റെ അർത്ഥം എന്നാൽ ഇതിൻ്റെ വെലോസിറ്റി ആയിരുന്നു V1, ഇതിൻ്റെ വെലോസിറ്റി ആയിരുന്നു V2.
അങ്ങനെയല്ലേ? കൊളീഷന് ശേഷം ഇത് V1 ഇത് V2 അല്ലേ വെലോസിറ്റി. അപ്പോൾ ഒരുമിച്ച് ഒരേപോലെ പോയാൽ എന്തായി? രണ്ടിനും ഒരേ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ V1ഉം V2 എന്തായി? സെയിം ആയി. രണ്ടിനും ഒരേ വെലോസിറ്റിയാണ്. അപ്പോൾ V1 എന്ന് പറഞ്ഞാൽ V, V2 എന്ന് പറഞ്ഞാൽ V, ഒരേ വെലോസിറ്റിയാണ്. അപ്പോൾ ഒരേ വെലോസിറ്റി ആകുമ്പോൾ ഈ V2 - V1 എന്താവും? ഇത് 0 ആവും. കോഎഫിഷ്യന്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ E എന്താവും? അപ്പോൾ ഇത് മൈനസ് ചെയ്യുമ്പോൾ 0 ആവും. അപ്പോൾ E 0 ആവും. ഇതാണ് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളീഷൻ എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളീഷൻ എന്ന് പറയുമ്പോൾ ആഫ്റ്റർ കൊളീഷൻ വൺ ബോഡി സ്റ്റിക്ക് ഓൺ അനദർ. ഒന്ന് മറ്റൊന്നിൻ്റെ മുകളിൽ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത പോലെ, ഒട്ടിപ്പിടിച്ച പോലെ. വൺ ബോഡി സ്റ്റിക്ക് ഓൺ അനദർ ആൻഡ് ബോത്ത് മൂവ്സ് വിത്ത് സെയിം വെലോസിറ്റി. ഓക്കെ, ബോത്ത് മൂവ്സ് വിത്ത് സെയിം വെലോസിറ്റി. ഇങ്ങനെയാണ് ഉണ്ടാവുക ഏത്? പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക്. നമ്മൾ ക്യാരംസ് എല്ലാം കളിക്കുന്ന സമയത്ത് ഇതിപ്പം ഒരു കോയിൻ സ്ട്രൈക്കറുണ്ട് നമ്മൾ തട്ടി. അപ്പോൾ സ്ട്രൈക്കർ വന്നിട്ട് ഇതിനെ ഇടിച്ചു. എന്നിട്ട് ചിലപ്പോൾ കാണുന്നില്ലേ ഇത് സ്ട്രൈക്കർ, ഇതും അതിൻ്റെ മുന്നിലുള്ള കോയിന്. ചിലപ്പോൾ നമ്മളാണ് സ്ട്രൈക്കർ കൊണ്ട് അടിച്ചു കഴിഞ്ഞാൽ സ്ട്രൈക്കർ വന്ന് കോയിനെ വന്ന് ഇടിച്ച് എന്നിട്ട് ആ സ്ട്രൈക്കറും കോയിനും കൂടി, സ്ട്രൈക്കറും ബാക്കിലുണ്ടാവും കോയിനുണ്ടാവും. അപ്പോൾ സ്ട്രൈക്കറും കോയിനും കൂടി ഇങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ പോകുന്നതാണ്. അപ്പോൾ രണ്ടാളും ഒരുമിച്ച് ഇങ്ങനെ പോകുന്ന പോലെ ഉണ്ടാവും. ഓക്കെ, ഒരുമിച്ച് ഒരേ വെലോസിറ്റിയിൽ ഇങ്ങനെ പോകും. സ്ട്രൈക്കർ അതിൻ്റെ പുറകെ തന്നെ ഉണ്ടാവും. എന്നിട്ട് അതിനെ ഒട്ടിപ്പിടിച്ച പോലെ ഇങ്ങനെ അങ്ങ് പോകും, ഒരേ വെലോസിറ്റിയിൽ ഇങ്ങനെ പോവുക. ഓക്കെ, അതാണ് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളീഷൻ. ഓക്കെ, അപ്പോൾ ആഫ്റ്റർ കൊളീഷൻ എന്ത് സംഭവിക്കും? ആഫ്റ്റർ കൊളീഷൻ വൺ ബോഡി സ്റ്റിക്ക് ഓൺ അനദർ, ഒന്ന് മറ്റൊന്നിൻ്റെ മുകളിൽ സ്റ്റിക്ക് ചെയ്യും. ആൻഡ് ബോത്ത് മൂവ്സ് വിത്ത് സെയിം വെലോസിറ്റി ഇൻ എ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളീഷൻ. ഓക്കെ, ഓക്കെ, നോക്കുക. ഇതിൽ നമ്മൾ ഇവിടെ നടക്കുന്നത് ഇലാസ്റ്റിക് കൊളീഷൻ ആണെങ്കിൽ നമ്മൾ പഠിച്ചത് എന്താണ്? ഇലാസ്റ്റിക് കൊളീഷൻ ആണെങ്കിൽ നമുക്ക് നമ്മുടെ കയ്യിൽ V1ഉം V2ഉം കാണേണ്ട ഫോർമുല ഉണ്ട് അല്ലേ? V1 V2 കാണേണ്ട ഫോർമുല എന്താണ്? V1 കാണേണ്ട ഫോർമുല ഇങ്ങനെയായിരുന്നു: U1 × M1 - M2 + 2M2 U2 ഡിവൈഡഡ് ബൈ M1 + M2 ആയിരുന്നു അല്ലേ V1 കാണേണ്ട ഫോർമുല. V2 കാണേണ്ട ഫോർമുല എന്തായിരുന്നു? U2 × M2 - M1 + 2M1 U1 ഡിവൈഡഡ് ബൈ M1 + M2 ആയിരുന്നു ഈ V2ൻ്റെ ഫോർമുല. ദിസ് ഈസ് ഓൺലി ഫോർ ഇലാസ്റ്റിക് കൊളീഷൻ. ഈ കൊളീഷൻ ഇലാസ്റ്റിക് ആണെങ്കിൽ, ഇലാസ്റ്റിക് കൊളീഷൻ ഇൻ വൺ ഡയമെൻഷൻ, അങ്ങനെയാണെങ്കിലുള്ള ഈ V1ഉം V2ഉം കാണേണ്ട ഫോർമുലയാണ് ഇത്. അപ്പം മക്കൾ വിചാരിക്കൂ, ഇവിടെ നടക്കുന്നത് ഇൻഇലാസ്റ്റിക് കൊളീഷൻ ആണെന്നായിരിക്കും. ഇൻഇലാസ്റ്റിക് കൊളീഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇൻഇലാസ്റ്റിക് കൊളീഷനിൽ രണ്ട് കാര്യം: മൊമെൻറ്റം കൺസേർവ്ഡ് എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ടോട്ടൽ മൊമെൻറ്റവും സെയിം. പക്ഷേ കൈനറ്റിക് എനർജി എന്തല്ല? കൺസേർവ്ഡ് അല്ല. ഇവിടെയുള്ള കൈനറ്റിക് എനർജീൻ്റെ കുറേ ഭാഗം സൗണ്ടും ഹീറ്റും ഒക്കെ ആയിട്ട് പോകും, നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ ഈ കൈനറ്റിക് എനർജിയും ഇവിടെയുള്ള കൈനറ്റിക് എനർജി എന്താവില്ല? ഈക്വൽ ആവില്ല. ഓക്കെ, അതാണ് ഇൻഇലാസ്റ്റിക് കൊളീഷൻ. അപ്പോൾ നിങ്ങൾ വിചാരിക്കൂ, ഇവിടെ നടക്കുന്നത് ഇൻഇലാസ്റ്റിക് കൊളീഷൻ ആണെന്ന് വിചാരിക്കും. ഇൻഇലാസ്റ്റിക് കൊളീഷൻ ആണെന്ന് വിചാരിക്കും. ഇൻഇലാസ്റ്റിക് കൊളീഷൻ ഇൻ വൺ ഡയമെൻഷൻ കേട്ടോ, ഇൻ വൺ ഡയമെൻഷനിലാണ്, സ്ട്രെയിറ്റ് ലൈനാണ്. ഓക്കെ, അങ്ങനെ വരുമ്പോൾ ഈ V1ൻ്റെയും V2ൻ്റെയും ഫോർമുല എന്താവും? ഓക്കെ, V1ൻ്റെ ഫോർമുല ഇങ്ങനെ വരിക. ഞാൻ എക്സ്ട്രാ ഒരു ഇക്വേഷൻ പറയുകയാണ്, NCERT ഇല്ല, പറയാണ്. അങ്ങനെയാണെങ്കിൽ ഇൻഇലാസ്റ്റിക് ആണെങ്കിൽ ദിസ് ഈസ് ഫോർ ഇലാസ്റ്റിക് കൊളീഷൻ. ഓക്കെ, ഇൻഇലാസ്റ്റിക് ആണെങ്കിൽ ഈ V1ൻ്റെ ഫോർമുല എങ്ങനെയാണ്? ഈ ഇക്വേഷൻ തന്നെ നോക്കിക്കോ. U1 × M1 - M2 അല്ലേ? ആ M2 ഉള്ളിടത്ത് EM2. E എന്ന് പറഞ്ഞാൽ നമ്മൾ തൊട്ട് മുന്നേ പഠിച്ച ടോപ്പിക്ക്. E എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യൻ്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, EM2 പ്ലസ് പിന്നെ ഉള്ളത് 2M2 U2 അല്ലേ? ഈ 2ൻ്റെ സ്ഥാനത്ത് 1 + E എന്ന് കൊടുക്കുക. 1 + E കോഎഫിഷ്യൻ്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ.
ഓക്കെ. പിന്നെ M2 U2 ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2. അതേപോലെ അടുത്ത ഇക്വേഷനിലും കൊടുക്കുക. U2 ഇൻറ്റു M2 മൈനസ് M1. M1 കാണുന്നിടത്ത് EM1 കൊടുക്കുക. EM1 പ്ലസ് പിന്നെ ഞാൻ പറഞ്ഞാൽ ഈ 2ൻ്റെ സ്ഥാനത്ത് 1 പ്ലസ് ഇ കൊടുക്കുക. 1 പ്ലസ് ഇ ഇൻറ്റു അതിൻ്റെ കൂടെ ആരാളെ M1 U1 ഡിവൈഡ് ബൈ M1 പ്ലസ് M2. അപ്പോൾ ഇതാണ് ജനറൽ ഇക്വേഷൻ. ഇലാസ്റ്റിക് കൊളീഷനിൽ നിങ്ങൾ പഠിച്ചത് ഈ ഇക്വേഷനല്ലേ, ഇലാസ്റ്റിക് കൊളീഷനിൽ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും സപ്പോസ് ഇറ്റ് ഈസ് ഇലാസ്റ്റിക്. അപ്പോൾ ഇത് വെച്ചിട്ട് തന്നെ അത് ചെയ്യാം. ഇലാസ്റ്റിക് ആണെങ്കിൽ എന്നാ ഇലാസ്റ്റിക് കൊളീഷനിൽ നിങ്ങൾ പഠിച്ചെന്നാൽ ഇലാസ്റ്റിക് കൊളീഷനിൽ ഈൻ്റെ വാല്യൂ 1 ആണ്. ഇലാസ്റ്റിക് കൊളീഷനിൽ ഈൻ്റെ വാല്യൂ 1 എന്നല്ലേ പഠിച്ചത്. ഈൻ്റെ വാല്യൂ 1 ആണ് ഫോർ ഇലാസ്റ്റിക് കൊളീഷൻ. അപ്പോൾ ഈക്ക് പകരം 1 കൊടുക്കുക. അപ്പോൾ അങ്ങനെ കൊടുത്താൽ ഇത് കിട്ടണം, ഇലാസ്റ്റിക് കൊളീഷൻ ഇക്വേഷൻ കിട്ടണം. ഇലാസ്റ്റിക് കൊളീഷനിൽ ഈ 1 ആണ്. അപ്പോൾ ഇവിടെ 1 കൊടുത്താൽ 1 ഇൻറ്റു M2 1 ഇൻറ്റു M2 M2. അപ്പോൾ ഇവിടെ M2 1 ഇൻറ്റു M2 M2 തന്നെ. പിന്നെ 1 പ്ലസ് ഈൻ്റെ വാല്യൂ എത്രയാണ്? ഈൻ്റെ വാല്യൂ 1 ആണ്. അപ്പോൾ 1 പ്ലസ് 1 1 പ്ലസ് 1 2 2 1 പ്ലസ് 1 2 ഇതാ 2 M2 U2 ഉണ്ടോ? അതേപോലെ ഇത്. അപ്പോൾ ഇതിൽ നിന്ന് ആ ഇക്വേഷൻ കിട്ടും ഇലാസ്റ്റിക് കൊളീഷൻ ആണെങ്കിൽ. ഇലാസ്റ്റിക് കൊളീഷൻ ആണെങ്കിൽ ഈൻ്റെ വാല്യൂ 1 കൊടുക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ 1 കൊടുക്കുമ്പോൾ അങ്ങനെ ആ വാല്യൂ കിട്ടും, ആ ഇക്വേഷൻ കിട്ടും. ഓക്കെ. ഇനി ഇതിൽ ഒരു കേസ് എടുക്കുകയാണ്. ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് പറയുന്നത്. ദിസ് ഇക്വേഷൻ ഈസ് ഫോർ ഇൻഇലാസ്റ്റിക് കൊളീഷൻ. അപ്പോൾ ഇതിൽ ഒരു കേസ് പറയുകയാണ് ഞാൻ. ലെറ്റ് M1 ഈക്വൽ ടു M2 ഈക്വൽ ടു M ആൻഡ് U2 ഈക്വൽ ടു 0. M1 ഈക്വൽ M2 ഈക്വൽ M ആൻഡ് U2 ഈക്വൽ U2 0 എന്ന് പറഞ്ഞാൽ ഈ ബോഡി അല്ല U2 0 എന്ന് പറഞ്ഞാൽ ഈ ബോഡി റസ്റ്റിൽ. അപ്പോൾ ഇത് റസ്റ്റിൽ നിൽക്കുകയാണ്. പിന്നെ M1 ഈക്വൽ M2 ആണ്. ഇത് മാസല്ല ഈക്വലാണ്, മാസുകളൊക്കെ ഈക്വലാണ്. ഓക്കെ. അപ്പോൾ ഇത് വന്നിട്ട് ഇതിനെ കൊളൈഡ് ചെയ്തു. ഏത് കൊളീഷൻ നമ്മൾ പറഞ്ഞത്? ഇൻഇലാസ്റ്റിക് കൊളീഷൻ ഇൻ 1 ഡയമെൻഷൻ. ഓക്കെ, ആ രൂപത്തിലുള്ളത്. അങ്ങനെ വരുമ്പോൾ V1 എന്താവും? ഞാൻ ഒറ്റയടിക്ക് ആൻസർ ചെയ്യാം. U2 0 അല്ലേ? U2 0 ആയതുകൊണ്ട് U2 0 ആയതുകൊണ്ട് അപ്പോൾ ഇവിടെ 0 വരും. 0 കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് മൊത്തം എന്താവും? 0 ആവും. 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് ടോട്ടലി 0 ആവും. കാരണം U2 0 ആണ്, അപ്പോൾ 0 ആവും. പിന്നെ ഇതാണുള്ളത് V1 ഈക്വൽ. അപ്പോൾ പറയും U1 ഇൻറ്റു എന്താണ്? M1 വരെ M അല്ലേ വരിക? M മൈനസ് EM അല്ലേ? M മൈനസ് EM ഡിവൈഡ് മാസ് ഈക്വലാണ് M പ്ലസ് M 2M. ഓക്കെ. അപ്പോൾ ഇതെന്താവും? V1 ഈക്വൽ എന്താ കിട്ടുന്നത്? U1 ഇൻറ്റു M മൈനസ് EM ഡിവൈഡ് ബൈ M പ്ലസ് M 2M. ഈ ടേം 0. U2 0 ആയതുകൊണ്ട് ഇത് 0. U1 ഇൻറ്റു ടേക്ക് M ഔട്ട്സൈഡ് സോ 1 മൈനസ് E ഡിവൈഡ് ബൈ 2M. സോ M ക്യാൻസൽ. അപ്പോൾ ഇങ്ങനെ കിട്ടി V1. കണ്ടോ? എല്ലാ കേസിലല്ല, ഈ ഒരു കണ്ടീഷൻ അപ്ലൈ ചെയ്തിട്ടാണ്. മാസുകൾ ഈക്വൽ. അതുപോലെ U2 0 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ബോഡി റസ്റ്റ്. അപ്പോൾ ഇത് റസ്റ്റിൽ നിൽക്കുമ്പോഴാണ് ഇത് വന്നിട്ട് ഇതിനെ കൊളൈഡ് ചെയ്യുന്നത്. ഇൻഇലാസ്റ്റിക് കൊളീഷൻ ഇൻ 1 ഡയമെൻഷൻ. ഇതേപോലെ V2 എന്ത് വരും? V2 ഇപ്പോൾ U2 അല്ലേ 0? U2 0 ആയതുകൊണ്ട് അപ്പോൾ U2 0. അപ്പോൾ U2 ഇവിടെ 0 ബ്രാക്കറ്റ് ഉണ്ട്. അപ്പോൾ U2 0 കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് ടോട്ടലി എന്താവും? 0 ആയി. അപ്പോൾ ഈ ടേം ടോട്ടലി 0 ആയി. പിന്നെ ഇതേ ഉള്ളൂ. 1 പ്ലസ് E ഇൻറ്റു M1 U1. M1 വരെ M മാസ് ഈക്വല M U1 ഡിവൈഡഡ് ബൈ M പ്ലസ് M 2M. ഓക്കെ. സോ ഇറ്റ് വിൽ ബിക്കം U1 ഇൻറ്റു 1 പ്ലസ് E ഡിവൈഡഡ് ബൈ U1 ഇൻറ്റു 1 പ്ലസ് E ഡിവൈഡഡ് ബൈ 2 വരും. ഇവിടെയല്ലേ? അപ്പം ഈ V1 V2 എന്ന് പറഞ്ഞാൽ എന്താണ്? V1 V2 എന്ന് പറഞ്ഞാൽ കൊളീഷന് ശേഷമുള്ള അല്ലെ ആഫ്റ്റർ കൊളീഷന് വെലോസിറ്റിയാണ് V1 V2. അപ്പോൾ ഇവർ നമ്മൾ റേഷ്യോ എന്ത് വരും? V1 ബൈ V2 റേഷ്യോ. ഏത് കേസാണ്?
ഏതാ കൊളീഷൻ? ഇന്നിലാസ്റ്റിക് കൊളീഷൻ. ഇന്നിലാസ്റ്റിക് കൊളീഷൻ ഇൻ 1 ഡയമെൻഷൻ. പിന്നെ ഈ കണ്ടീഷനൊക്കെ മാസുകൾ ഈക്വൽ, പിന്നെ U2 0 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ബോഡി റെസ്റ്റ്, അങ്ങനെയാണെങ്കിൽ മാത്രം, അല്ലാണ്ട് ജനറലൈസ് ഇത് പറയല്ല. ഈ കണ്ടീഷനൊക്കെ ഓക്കെ ആണെങ്കിൽ, പറഞ്ഞിരിക്കുന്ന കണ്ടീഷനൊക്കെ ഓക്കെ ആണെങ്കിൽ V1/V2 എന്ത് വരും? V1 എത്രയാണ്? ഇതല്ലേ, U1 × 1 - E/2 ഇത് ഡിവൈഡ് ബൈ V2. V2 എന്ന് പറയുമ്പോൾ ഇതാണ് U1 × 1 + E / 2. So U1 cancel, 2 cancel. So V1/V2 equal to 1 - E divided by 1 + E. Okay, E is called coefficient of restitution. അപ്പോൾ ഇങ്ങനെ ഒരു ഫോർമുല കിട്ടും. Okay, if mass are equal and second body is at rest, second body initially collision മുമ്പ് ഇത് റെസ്റ്റിലാണെങ്കിൽ, ഓക്കെ, ഇങ്ങനെ കിട്ടും. അടുത്തത് ലോസ് ഇൻ കൈനറ്റിക് എനർജി ഇൻ പെർഫെക്റ്റ്ലി in an inelastic collision. Loss in kinetic energy in an inelastic collision. Okay. Inelastic collision ലുള്ള loss in kinetic energy ആണ്. Loss in kinetic energy. ഓക്കെ, അപ്പോൾ ഇത് ഒരു കൊളീഷൻ M1 വെലോസിറ്റി U1, M2 വെലോസിറ്റി U2 രണ്ടും തമ്മിൽ കൊളൈഡ് ചെയ്തു. ഏതാ കൊളീഷൻ? ഇന്നിലാസ്റ്റിക് കൊളീഷൻ. M1ൻ്റെ വെലോസിറ്റി V1 ആയി, M2വിൻ്റെ വെലോസിറ്റി V2 ആയി. ആഫ്റ്റർ കൊളീഷൻ ഇങ്ങനെയായി. ഓക്കെ, നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ലോസ് ഇൻ കൈനറ്റിക് എനർജിയാണ്. ലോസ് ഇൻ കൈനറ്റിക് എനർജി. ഓക്കെ, ഏത് കൊളീഷനായാലും, ഇലാസ്റ്റിക് കൊളീഷനായാലും ഇന്നിലാസ്റ്റിക് കൊളീഷനായാലും, ഏത് കൊളീഷനായാലും മൊമെൻറ്റം എന്താണ്? കൺസേർവ്ഡാണ്. ഇൻ എവരി കൊളീഷൻ മൊമെൻറ്റം ഈസ് കൺസേർവ്ഡ് അല്ലേ? അപ്പോൾ ആ പോയിന്റ് അപ്ലൈ ചെയ്താൽ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം അപ്ലൈ ചെയ്താൽ ഇവിടെയുള്ള ടോട്ടൽ മൊമെൻറ്റം ഈക്വൽ ടു ഇവിടെയുള്ള ടോട്ടൽ മൊമെൻറ്റം. അപ്പോൾ ഇക്വേഷൻ തരും. മൊമെൻറ്റത്തിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ്? M1U1 അല്ലേ, M1U1 പ്ലസ് M2U2 ഓക്കെ ഈക്വൽ ടു M1V1 പ്ലസ് M2V2. ഇനി ഞാൻ ഒരു കാര്യം ചെയ്യുന്നു. ഓക്കെ, ഇത് ഇന്നിലാസ്റ്റിക് കൊളീഷൻ എന്നുള്ളത് ഓക്കെ. അപ്പോൾ ഇങ്ങനെ എഴുതാം. അക്കോർഡിംഗ് ടു ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം നമുക്ക് ഇങ്ങനെ എഴുതാം. ഓക്കെ, ഇനി മൊമെൻറ്റം കൺസേർവ്ഡ് ആണ്. ഏത് കൊളീഷനായാലും മൊമെൻറ്റം കൺസേർവ്ഡ് ആണ്. അപ്പോൾ ഈ കേസ് വി ക്യാൻ റൈറ്റ് ഫോർ എവരി കൊളീഷൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കൈനറ്റിക് എനർജിയോ? ഇന്നിലാസ്റ്റിക് അല്ലേ? ഇന്നിലാസ്റ്റിക്കിൽ കൈനറ്റിക് എനർജി എന്തല്ല? കൺസേർവ്ഡ് അല്ല. ഇന്നിലാസ്റ്റിക് കൊളീഷനിൽ കൈനറ്റിക് എനർജി കൺസേർവ്ഡ് അല്ല. അപ്പോൾ ഇവിടെയുള്ള കൈനറ്റിക് എനർജിയും, കൈനറ്റിക് എനർജി രണ്ടും ആഡ് ചെയ്യുക. ഇവിടെയുള്ള കൈനറ്റിക് എനർജിയും ഇവിടെയുള്ള കൈനറ്റിക് എനർജിയും എന്തല്ല? ഈക്വൽ അല്ല. ഇവിടെയുള്ള കൈനറ്റിക് എനർജിനേക്കാൾ കുറവായിരിക്കും ഇവിടെയുള്ള കൈനറ്റിക് എനർജി. എന്തുകൊണ്ടാണ്? കാരണം ഇന്നിലാസ്റ്റിക് എന്ന് പറയുമ്പോൾ കൊളൈഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഫസ്റ്റ് പറഞ്ഞു സൗണ്ട്, ഹീറ്റ് ഒക്കെ ഉണ്ടാവും ഈ കൊളൈഡ് ചെയ്യുന്ന സമയത്ത്. അതൊക്കെ എനർജി ലോസാണ്. അതാ ലോസാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്, ലോസ്. അപ്പോൾ ഹീറ്റും സൗണ്ടൊക്കെ ആയിട്ട് കുറേ എനർജി എന്താവും? ലോസ് ആവും. അപ്പോൾ ഇവിടുത്തെ കൈനറ്റിക് എനർജിയിൽ നിന്ന്, ഇതാണ് ആദ്യമുള്ള കൈനറ്റിക് എനർജി, ഈ കൈനറ്റിക് എനർജിയിൽ നിന്ന് കുറേ എനർജി എന്തായി? കാരണം ഒരു എനർജിയാണല്ലോ മറ്റൊരു എനർജിയായി കൺവേർട്ട് ചെയ്യപ്പെടുക, അങ്ങനെയല്ലേ പഠിച്ചാൽ. അപ്പോൾ ഈ എനർജിയിൽ നിന്ന് കുറേ എനർജി സൗണ്ട് ഹീറ്റൊക്കെ ആയിട്ട് എന്താവും? ലോസ് ആവും. സൗണ്ട് ഹീറ്റൊക്കെ ആയിട്ട് ലോസ് ആവും. ബാക്കി എനർജി മാത്രമേ ഇവിടെ ഉണ്ടാവും. ലോസ് ആയതിൻ്റെ ബാക്കി എവിടെ ഉണ്ടാവും? അപ്പോൾ ഇവിടെയുള്ള കൈനറ്റിക് എനർജിയും ഇവിടെയുള്ള കൈനറ്റിക് എനർജിയും എന്താവില്ല? ഈക്വൽ ആവില്ല. അപ്പോൾ ലോസ് എങ്ങനെ കാണാം? ലോസ് കാണാം ഇവിടെയുള്ള കൈനറ്റിക് എനർജി മൈനസ് ഇവിടെയുള്ള കൈനറ്റിക് എനർജി കാണാം. ഈ കൈനറ്റിക് എനർജി രണ്ട് ആഡ് ചെയ്യുക. കൈനറ്റിക് എനർജി മൈനസ് ഇവിടെയുള്ള കൈനറ്റിക് എനർജി ചെയ്യുക. അപ്പോൾ ലോസ് ആയത് നമുക്ക് കിട്ടും. അപ്പോൾ ഇന്നിലാസ്റ്റിക് കൊളീഷനിൽ കുറേ എനർജി ഇങ്ങനെ എന്താവും? ലോസ് ആവും. ലോസ് കാണണമെങ്കിൽ ഇനീഷ്യൽ കൈനറ്റിക് എനർജിയിൽ നിന്ന് ഈ ഫൈനൽ കൈനറ്റിക് എനർജി ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്താൽ മതി. ഓക്കെ, റെഡി?
അങ്ങനെ വരുന്ന സമയത്ത് എന്ത് വരും? അപ്പോൾ ലോസ് ഇൻ കൈനറ്റിക് എനർജി എങ്ങനെയാണ്? ലോസ് ഇൻ കൈനറ്റിക് എനർജി കാണുക. ഇവിടെയുള്ള കൈനറ്റിക് എനർജി പറ ഹാഫ് m1u1 സ്ക്വയർ പ്ലസ് ഹാഫ് m2u2 സ്ക്വയർ. റെഡി? ഹാഫ് m1u1 സ്ക്വയർ പ്ലസ് ഇതിൽ നിന്ന് അത് മൈനസ് ചെയ്യണം. മൈനസ് ഓഫ് ഇതിൻ്റെ ഹാഫ് m1v1 സ്ക്വയർ പ്ലസ് ഹാഫ് m2v2 സ്ക്വയർ എടുക്കണം. ഈ കൈനറ്റിക് എനർജിയിൽ നിന്ന് ഇതിൽ നിന്ന് അത് മൈനസ് ചെയ്താൽ നമുക്ക് ലോസ് കിട്ടും. ഈ ലോസ് ഇൻ കൈനറ്റിക് എനർജി ലോസ് സംഭവിക്കുന്നത് എന്തിൻ്റെ ഫോമില? അപ്പോൾ ഈ ലോസ് ഇൻ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ലോസ് ഇൻ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ഹീറ്റ്, സൗണ്ട്, ഇങ്ങനെ സൗണ്ടൊക്കെ ആയിട്ട് ലോസ് ആകുന്നത്. അപ്പോൾ ഈ ലോസ് ഇൻ കൈനറ്റിക് എനർജി ഈസ് ഇൻ ദ ഫോം ഓഫ് ഹീറ്റ്, സൗണ്ട് എറ്റ്സെട്ര. ഓക്കെ, അപ്പോൾ ഇത് മൈനസ് ചെയ്യണം. അതാണ് ലോസ് ഇൻ കൈനറ്റിക് എനർജി കാണേണ്ട മെത്തേഡ്. പക്ഷേ ഞാൻ ഹെഡിങ്ങിൽ ചെറിയൊരു മാറ്റം വരുന്നു. ഇന്നിലാസ്റ്റിക് കൊളീഷൻ അല്ലേ ഞാൻ എഴുതിയത്, അത് ഞാൻ എന്ത് ചെയ്യുന്നു? പിന്നെ പെർഫെക്റ്റ്ലി ഇന്നിലാസ്റ്റിക് കൊളീഷൻ എഴുതുന്നു. പെർഫെക്റ്റ്ലി ഇന്നിലാസ്റ്റിക് കൊളീഷൻ എന്നാക്കുന്നു. പെർഫെക്റ്റ്ലി ഇന്നിലാസ്റ്റിക് കൊളീഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? പെർഫെക്റ്റ്ലി നമ്മൾ ആ കാരംസിൻ്റെ ഇതെല്ലാം പറഞ്ഞില്ലേ, പെർഫെക്റ്റ്ലി ഇന്നിലാസ്റ്റിക് കൊളീഷൻ എന്ന് പറയുമ്പോൾ ആഫ്റ്റർ കൊളീഷൻ എന്തേലും ഇത് വന്ന് ഇതിനെ കൊളൈഡ് ചെയ്തു, വന്നിട്ട് ഇതിനെ കൊളൈഡ് ചെയ്തിട്ട് ആഫ്റ്റർ കൊളീഷൻ എന്താവും? ആഫ്റ്റർ കൊളീഷൻ വൺ ബോഡി സ്റ്റിക്ക് ഓൺ എന്നതർ, അങ്ങനെയല്ലേ പറഞ്ഞത്? m1 m2 തമ്മിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച പോലെ ഉണ്ടാവും. കാരണം ഇത് വന്ന് കൊളൈഡ് ചെയ്താൽ ഇത് അതിൻ്റെ പുറകിൽ തന്നെ ഉണ്ടാവും. എന്നിട്ട് ബോത്ത് മൂവ്സ് വിത്ത് സെയിം വെലോസിറ്റി, രണ്ടാളും ഒരേ വെലോസിറ്റിയിൽ പോകും, അങ്ങനെയല്ലേ പറഞ്ഞത്? അപ്പോൾ ഇതിൻ്റെ വെലോസിറ്റി എത്രയാണെന്ന് ചോദിച്ചാൽ v ആണ്, ഇതിൻ്റെ വെലോസിറ്റി എത്രയാണെന്ന് ചോദിച്ചാൽ v ആണ്. ഇതാണ് പെർഫെക്റ്റ്ലി ഇന്നിലാസ്റ്റിക് കൊളീഷൻ. കൊളീഷന് ശേഷം രണ്ടും കൂടി ഒരുമിച്ചാൽ പോവുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതേതിൻ്റെ ഇക്വേഷൻ മൊമെൻറ്റം ഈസ് കൺസേർവ്ഡ്. മൊമെൻറ്റം കൺസേർവ്ഡ് ആണ് എപ്പോഴും. അപ്പോൾ എന്ത് വരും? ഇതിൻ്റെ m1v1 പ്ലസ് m2v2. അപ്പോൾ ഇതിൻ്റെ വെലോസിറ്റി എത്രയാണ്? ഇതിൻ്റെ നേരത്തെ നമ്മൾ v1, ഇതിൻ്റെ v2 നിർത്തും. പക്ഷേ ഇപ്പോൾ രണ്ടും എത്രയാണ്? v. അപ്പോൾ v1 വരെ v2. അപ്പോൾ ഇതിൻ്റെ മൊമെൻറ്റം എത്രയാണ്? മൊമെൻറ്റം m1v, ഇതിൻ്റെ m2v. അപ്പോൾ ടോട്ടൽ m1v പ്ലസ് m2v അരുപത്തിലെ വരിക. അപ്പോൾ v1ൻ്റെ സ്ഥാനത്ത് ഇവിടെ v വരും, v2ൻ്റെ സ്ഥാനത്ത് v വരും. ഓക്കെ, സോ m1u1 പ്ലസ് m2u2 equal to take v outside, v into m1 plus m2. Take this side. So m1u1 plus m2u2 divided by m1 plus m2 equal to v അല്ലേ? equal to v. അപ്പോൾ ഈ കമ്പൈൻഡ് വെലോസിറ്റി എന്ന് പറയും, രണ്ടാളും മൂവ് ചെയ്യുന്ന കമ്പൈൻഡ് കോമൺ ആയിട്ടുള്ള വെലോസിറ്റി v, അത് കിട്ടി. ഇനി നമ്മൾ കാണാൻ പോകുന്ന ലോസ് ഇൻ കൈനറ്റിക് എനർജി. ലോസ് in kinetic energy in the form of heat, sound, etc. ഓക്കെ, ലോസ് ഇൻ കൈനറ്റിക് എനർജി എങ്ങനെ കാണാമെന്ന് ഞാൻ പറഞ്ഞു. ഇവിടെയുള്ള കൈനറ്റിക് എനർജിയിൽ നിന്ന് ഇവിടെയുള്ള കൈനറ്റിക് എനർജി മൈനസ് ചെയ്യണം. അപ്പോൾ ഇവിടെയുള്ള കൈനറ്റിക് എനർജി പറ ഹാഫ് m1u1 സ്ക്വയർ പ്ലസ് ഹാഫ് m2u2 സ്ക്വയർ. ഇവിടെയുള്ള കൈനറ്റിക് എനർജി രണ്ടും ആഡ് ചെയ്തു. മൈനസ് ഓഫ് ഈ കൈനറ്റിക് എനർജിയിൽ നിന്ന് ഇതിൻ്റെ കൈനറ്റിക് എനർജി മൈനസ് ചെയ്യണം. ഇതിൻ്റെ കൈനറ്റിക് എനർജി എങ്ങനെ ചെയ്തു? ഇതിൻ്റെ കൈനറ്റിക് എനർജി വരിക എങ്ങനെയാണ്? ഇതിൻ്റെ കൈനറ്റിക് എനർജി ആണെങ്കിൽ ഹാഫ് m1v സ്ക്വയർ വരും, ഹാഫ് m1v സ്ക്വയർ പ്ലസ് ഹാഫ് ഇതിൻ്റെതാണെങ്കിൽ m2v സ്ക്വയർ വരും. കാരണം രണ്ടിനും വെലോസിറ്റി സെയിം അല്ലേ? അപ്പോൾ ഹാഫ് v സ്ക്വയർ പുറത്തെടുത്താൽ ഇത് ഹാഫും രണ്ടിലും ഹാഫുണ്ട്, v സ്ക്വയർ രണ്ടിലും ഉണ്ട്. അത് പുറത്തെടുത്താൽ ബാക്കി എന്നാ m1 പ്ലസ് m2, ഹാഫ് m1 പ്ലസ് m2 v സ്ക്വയർ. അതാണ് ഇതിൻ്റെ കൈനറ്റിക്. അല്ലെങ്കിൽ ഇങ്ങനെ ഓർമ്മിച്ചായി, രണ്ടിനും കോമൺ ആയിട്ട് ഒരു വെലോസിറ്റി അല്ലേ? രണ്ടിനും വെലോസിറ്റി സെയിം അല്ലേ? അതുകൊണ്ട് കൈനറ്റിക് എനർജി എഴുതുമ്പോൾ എന്ത് ചെയ്യുക? രണ്ടിനും വെലോസിറ്റി സെയിം ആയതുകൊണ്ട് ഇങ്ങനെ എഴുതുക, ഹാഫ് ഇൻറ്റു ടോട്ടൽ മാസ് എടുക്കുക. കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ഹാഫ് mv സ്ക്വയർ, ഹാഫ് എമ്മിൻ്റെ സ്ഥാനത്ത് m1 പ്ലസ് m2 എടുക്കുക. രണ്ടാളും ഒരുമിച്ചല്ലേ പോകുന്നത്? ഹാഫ് m1 പ്ലസ് m2. അപ്പോൾ ഹാഫ് mv സ്ക്വയർ, വെലോസിറ്റി രണ്ടിനും സെയിമാണ്, അപ്പോൾ v സ്ക്വയർ. ഇങ്ങനെ എഴുതിയാൽ മതി. ഇതായിരിക്കും ലോസ് ഇൻ കൈനറ്റിക് എനർജി. ഓക്കെ, അപ്പോൾ ഇത് ഇവിടുത്തെ കൈനറ്റിക് എനർജിയിൽ നിന്ന് ഇവിടുത്തെ കൈനറ്റിക് എനർജി മൈനസ് ചെയ്യുക. സോ അപ്പോൾ ലോസ് കിട്ടും. സോ ഇറ്റ് ബിക്കം ഹാഫ് m1u1 സ്ക്വയർ പ്ലസ് ഹാഫ് m2u2 സ്ക്വയർ മൈനസ് ഹാഫ് m1 പ്ലസ് m2 ഇൻറ്റു v സ്ക്വയർ. അതിന് വേണ്ടിയാണ് നമ്മൾ v കണ്ടുപിടിച്ചത്. കണ്ടോ,
ഇത് കണ്ടുപിടിച്ച് ഏത് പോയിന്റ് അപ്ലൈ ചെയ്തിട്ട് മൊമെൻറ്റം ഈസ് കൺസേർവ്ഡ് എന്നുള്ള പോയിന്റ് അപ്ലൈ ചെയ്ത് നമ്മൾ വി കണ്ടുപിടിച്ചല്ലോ. അപ്പോൾ ഈ വി എടുത്തിട്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെയുള്ള വിക്ക് പകരം ഇത് കൊടുക്കണം. അത് എന്താ കൊടുക്കേണ്ടത്? എന്നാൽ അവിടെയുള്ളത് m1 u1 പ്ലസ് m2 u2 ഡിവൈഡ് ബൈ m1 പ്ലസ് m2 അല്ലേ? ഇതാണ് വി. വിൻ്റെ സ്ക്വയർ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ എടുക്കണം. സോ ഇറ്റ് ബിക്കം ഹാഫ് m1 u1 സ്ക്വയർ പ്ലസ് ഹാഫ് m2 u2 സ്ക്വയർ മൈനസ് ഹാഫ് m1 പ്ലസ് m2 ഇൻറ്റു ഇതിൻ്റെ സ്ക്വയർ. അപ്പോൾ ഇതിൻ്റെ ന്യൂമറേറ്ററിൽ സ്ക്വയർ എടുക്കാം ഇവിടെ. അപ്പോൾ m1 u1 പ്ലസ് m2 u2 അല്ലേ? ന്യൂമറേറ്റർ ഇതിൻ്റെ സ്ക്വയർ ഉണ്ട്. ഇതിൻ്റെ സ്ക്വയർ എടുക്കണം. ബൈ ഡിനോമിനേറ്ററിൽ m1 പ്ലസ് m2 ഉണ്ട്. m1 പ്ലസ് m2 അതിൻ്റെ എന്തെടുക്കണം? സ്ക്വയർ അല്ലേ? അപ്പോൾ അത് ഞാൻ അങ്ങനെ ചെയ്യാം. അങ്ങനെ ഒരു ഇപ്പോൾ ഈ m1 പ്ലസ് m2 ഒരു m1 പ്ലസ് m2 ക്യാൻസൽ ആവും. കംപ്ലീറ്റ് ക്യാൻസൽ ആവില്ല. ഒരു m1 പ്ലസ് m2 ഇവിടെ ബാക്കിയുണ്ട്. ഓക്കെ. സോ ഇറ്റ് ബിക്കം ഈ ഇക്വേഷൻ. ഇതിപ്പോൾ ഇനി കുറച്ച് സ്റ്റെപ്പുകൾ നമ്മൾ ചെയ്യണം. അതിൻ്റെ ആവശ്യമില്ല. ഇവിടെ ഞാൻ ജസ്റ്റ് എഴുതുന്നു. നമുക്ക് ഇതിൻ്റെ ഫൈനൽ ഇക്വേഷനാണ് വേണ്ടത്. ഓൺ സോൾവിങ് ഇത് നമ്മൾ സോൾവ് ചെയ്തെടുത്താൽ സ്റ്റെപ്സിൻ്റെ ആവശ്യമില്ല കേട്ടോ. അതുകൊണ്ടാണ് ഓൺ സോൾവിങ് കുറച്ച് ചെയ്യാനുണ്ടാവും. ഇതിനെ നമ്മൾ സ്ക്വയർ ചെയ്യണം. a പ്ലസ് ബി ഹോൾ സ്ക്വയർ വെച്ചിട്ട് a പ്ലസ് ബി ഹോൾ സ്ക്വയർ വെച്ച് സ്ക്വയർ ചെയ്യണം. പിന്നെ ഡിനോമിനേറ്ററിൽ ഇവിടെ ഒരു m1 പ്ലസ് m2 ബാക്കിയുണ്ട്. അതെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് അങ്ങനെ സോൾവ് ചെയ്തെടുത്താൽ ലോസ് ഇൻ കൈനറ്റിക് എനർജി ഇൻ ദ ഫോം ഓഫ് ഹീറ്റ്, സൗണ്ട് എറ്റ്സെട്ര ലോസ് ഇൻ എനർജി കിട്ടുക. ഇത് സോൾവ് ചെയ്തെടുത്താൽ നമുക്ക് ഫൈനൽ ആൻസർ കിട്ടുക ഇങ്ങനെയാണ്. ഹാഫ് ഇൻറ്റു m1 m2 ബൈ m1 പ്ലസ് m2 ബൈ m1 പ്ലസ് m2 ഇൻറ്റു u1 മൈനസ് u2 ഹോൾ സ്ക്വയർ എന്നാണ് കിട്ടുക. ഇൻറ്റു u1 മൈനസ് u2 ഹോൾ സ്ക്വയർ. ഓക്കെ, ഇങ്ങനെ കിട്ടും. അപ്പോൾ ലോസ് ഇൻ കൈനറ്റിക് എനർജി ഇൻ ദ ഫോം ഓഫ് ഹീറ്റ്, സൗണ്ട് എറ്റ്സെട്ര ഇങ്ങനെ കിട്ടും. ഹാഫ് m1 m2 ഡിവൈഡ് ബൈ m1 പ്ലസ് m2 ഇൻറ്റു u1 മൈനസ് u2 ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളീഷനിൽ ലോസ് ഇൻ കൈനറ്റിക് എനർജി കാണേണ്ട ഫോർമുല. ക്ലിയർ? ഓക്കെ, അപ്പോൾ ഈ ക്ലാസ് ഇവിടെ നിർത്തുകയാണ്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ് പറയാം.